ക്വീൻ ഇസബല്ലയുടെയും ഫെർഡിനാൻഡിൻ്റെയും സമയത്തുള്ള യൂണിഫിക്കേഷൻ ഓഫ് സ്പെയിനെ പറ്റിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് യൂണിഫിക്കേഷനായിട്ട് അവർ ചെയ്തത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലീജിയസ് ആയിട്ട് മതപരമായിട്ട് എങ്ങനെ സ്പെയിനിനെ യൂണിഫൈ ചെയ്യാൻ പറ്റും എന്നവർ നോക്കുകയാണ്. ആ സമയത്ത് തന്നെ ഉണ്ടായ ഒരു വലിയ ഒരു ഇൻക്വിസിഷനായിരുന്നു സ്പാനിഷ് ഇൻക്വിസിഷൻ. അത് അവസാനിച്ചത് 1492 അവിടെയുള്ള എല്ലാ ജ്യൂസിനെയും പുറന്തള്ളുന്ന എഡിക്റ്റ് ഓഫ് എക്സ്പൾഷൻ അൽഹാംബ്ര ഡിഗ്രിയാണ് അവസാനമായിട്ട് വരുന്നത്. എന്താണ് ക്വീൻ ഇസബല്ല ആ സമയത്ത് ചെയ്തത്? ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്തത് യൂണിഫൈ ചെയ്യാനായിട്ട് അവർ ഒരു പോലീസ് ഫോഴ്സിനെ ഉണ്ടാക്കി. ലാ സാന്റ ഹെർമൻഡാഡ് എന്ന് പറയും. 1476 അവർ ഈ പോലീസ് ഫോഴ്സിനെ ഉണ്ടാക്കിയത്. നമ്മൾ ഈ ഡോൺ ക്വിസോട്ട് എന്ന് പറഞ്ഞിട്ട് ക്ലാസിക് വായിക്കാറില്ല. ആ നോവൽ എന്താണ് പറയുന്നത്? നോവലിലെ ഡോൺ ക്വിസോട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ കോമഡിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് അദ്ദേഹം ചെയ്യുന്നത് അവിടെയുള്ള സ്ലേവ്സിനെ മോചിപ്പിക്കുകയാണ്. അപ്പോൾ സ്ലേവ്സിനെ മോചിപ്പിക്കുമ്പോൾ അതിനെതിരായിട്ട് രാജാവിൻ്റെ പടയാളികൾ, ക്വീൻ ഇസബല്ലയുടെ പടയാളികൾ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്യാനുള്ള വാറൻറ്റുമായിട്ട് വരുന്നു. ആ പടയാളികളുടെ പറയുന്ന പേരാണ് സാന്റ ഹെർമൻഡാഡ്. അപ്പോൾ ലാ സാന്റ ഹെർമൻഡാഡ് എന്നുള്ള പണ്ടുള്ള ഒരു ചെറിയൊരു മിലിഷ്യ മാതിരിയുള്ള ആളുകളായിരുന്നെങ്കിൽ പിന്നെ ക്വീൻ ഇസബല്ലയുടെ സമയത്ത് ക്വീനോട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പടയാളി കൂട്ടമായിട്ട് ഒരു സൈന്യം അല്ലെങ്കിൽ ഒരു പോലീസ് ഫോഴ്സായിട്ട് ഈ സാന്റ ഹെർമൻഡാഡ് മാറുകയാണ്. അപ്പോൾ അങ്ങനെ രാജ്യത്തെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വഴി ക്വീൻ ഇസബല്ല നോക്കി. രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന ലാൻഡൊക്കെ റീക്ലെയിം ചെയ്തു. അതായത് ഈ ജ്യൂസും മറ്റും അവരുടെ കൊലാറ്ററലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലാൻഡ് നമ്മൾ ഇംഗ്ലണ്ടിലും ഇതേ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ജസ്റ്റ് എഡ്വേർഡ് വരുന്നതിന് തൊട്ട് മുമ്പ് എഡ്വേർഡിൻ്റെ അമ്മ വന്നിട്ട് ഈ കൊലാറ്ററലായിട്ട് ജ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലാൻഡ് മുഴുവൻ തിരിച്ചെടുത്ത് കൃഷിഭൂമി തന്നെ ആക്കുന്ന രീതി ഉണ്ടായിരുന്നു. അത് തന്നെ ആ തരത്തിലുള്ള പരിപാടികൾ തന്നെ ഈ ക്വീൻ ഇസബല്ലയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൊലാറ്ററൽ ഓഫ് ജ്യൂസിനെയാണ് ബാധിക്കുന്നത്. പിന്നെ ലോ യൂണിഫൈ ചെയ്തു, മിലിറ്ററി കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ 1478 അവർക്ക് വളരെ വലിയൊരു പവർ കിട്ടുകയാണ്. അത് ആളുകളുടെ പേഴ്സണൽ ലോയിൻ്റെ മേലെയുള്ള പവറാണ്. അതുവരെ ഉണ്ടായിരുന്ന പോലീസ് ഫോഴ്സ് ആകട്ടെ അങ്ങനെ ലോ ആകട്ടെ, പക്ഷേ അതൊന്നും പേഴ്സണൽ ലോയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ജൂ ആണ് അല്ലെങ്കിൽ ഒരാൾ ക്രിസ്ത്യനാണ്, അയാൾ എങ്ങനെ ജീവിക്കുന്നു, അയാൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടോ, അതൊന്നും കിങ്സിന് കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ക്വീൻ ഇസബല്ല വന്നിട്ട് 1478 ഒരു പുതിയൊരു ഇൻക്വിസിഷൻ എന്നുള്ള തുടങ്ങി. എന്താണ് ഇൻക്വിസിഷൻ? ഇൻക്വിസിഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡീവൽ ഇൻക്വിസിഷൻസ് ഉണ്ടായിരുന്നു. എന്താണ് ഇൻക്വിസിഷൻ? ഇൻക്വയറി ആണത്. അപ്പോൾ ഇൻക്വിസിഷൻ എന്ന് പറയുന്നത് ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജൂ ആണോ? അപ്പോൾ അവർ പറഞ്ഞു അതെ ഞാൻ ജൂതരാണ് എന്ന് പറയുകയാണെങ്കിൽ അയാളോട് കൂടുതൽ ചോദ്യങ്ങൾ പറയണമെന്നില്ല. അയാളെ അവിടെ നിന്ന് പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം, അയാൾക്ക് വേറെ ലോ എടുക്കണമെങ്കിൽ വേറെ ലോ എടുക്കാം, അല്ലെങ്കിൽ അയാളെ ശിക്ഷിക്കണമെങ്കിൽ ശിക്ഷിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാൽ ഒരാളോട് ചോദിക്കുകയാണ് നിങ്ങൾ ജൂ ആണോ? അയാൾ പറയുന്നത് ജൂ അല്ല. നിങ്ങൾ പണ്ട് ജൂ ആയിരുന്നോ, നിങ്ങളുടെ പഴയ ജനറേഷൻ ജൂ ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതേ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഇൻക്വിസിഷൻ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴും ജൂഡായിസത്തിലെ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. നിങ്ങൾ രഹസ്യമായിട്ട് ജൂ ആണോ എന്ന് നോക്കും. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1391 ഒരു വലിയൊരു വംശഹത്യ സ്പെയിനിൽ നടക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൻറ്റിസെപ്റ്റിസ്, അതായത് ജ്യൂസിനെതിരെയുള്ള വിരോധം ഇങ്ങനെ കൂടിക്കൂടി, പണം പലിശക്ക് കൊടുക്കുന്ന കണ്ണിച്ചോരയില്ലാത്ത എന്ന് പറയുന്ന ജ്യൂസിനെതിരെയുള്ള വിരോധം ഇങ്ങനെ കൂടി രാജാവിൻ്റെ ടാക്സ് പിരിക്കുന്ന ഈ ജ്യൂസിനോടുള്ള വിരോധം കൂടിക്കൂടി 1391 അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ 200ഓളം ജ്യൂസിനെ അവിടെ ഒരു രാത്രി കൊണ്ട് തന്നെ വംശഹത്യ ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ജ്യൂസ് എന്താണ് ചെയ്തത്? അവരുടെ സിനഗോഗൊക്കെ അടച്ചുപൂട്ടിയിട്ട് അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറും. ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിയിട്ട് അവർ രഹസ്യമായിട്ട് വീടുകളിൽ, സ്വന്തം വീടുകളിൽ അവർ ജ്യൂസായിട്ട് തന്നെ തുടരുന്നു. അവരുടെ പേരാണ് കൺവേഴ്സോസ്. നിങ്ങൾ കൺവേർട്ട് ചെയ്തു, പക്ഷേ നിങ്ങൾ ഇപ്പോഴും ജൂ തന്നെയാണ് രഹസ്യമായിട്ട്. ക്രിപ്റ്റോ ജ്യൂസ്, CRIPTO, ക്രിപ്റ്റോ ജ്യൂസ്. എവിടെയെങ്കിലും നിങ്ങൾ ക്രിപ്റ്റോ ജ്യൂസ് എന്ന് കേൾക്കുവാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഒരു പേരാണ് ക്രിപ്റ്റോ ജ്യൂസ്. വാട്ട് ഇസ് ക്രിപ്റ്റോ ജ്യൂസ് എന്നൊക്കെ. അപ്പോൾ അത് കേൾക്കുകയാണെങ്കിൽ അത് ക്രിപ്റ്റോ ജ്യൂസ് എന്ന് പറയുന്നത് ഈ കൺവേഴ്സോസിനെ പറ്റി രഹസ്യമായിട്ട് ജൂഡായിസത്തിൽ തന്നെ വിശ്വസിക്കുന്ന, എന്നാൽ പുറമേ ക്രിസ്ത്യാനിറ്റിയിൽ മറ്റും പറയുന്ന ആളുകളാണ്. ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന എന്ന് പറയുന്ന ആളുകളാണ് ക്രിപ്റ്റോ ജ്യൂസ്. അവർ സ്പാനിഷിൽ മറാനോസ് എന്നും പറയാറുണ്ട്. അവർ ചെയ്യുന്നത് മതനിന്ദയാണെന്നാണ് ഈ സ്പാനിഷ് ഇൻക്വിസിഷനിൽ കണ്ടുപിടിച്ചത്. 1478 വന്ന സ്പാനിഷ് ഇൻക്വിസിഷനിൽ പറയുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഒരു മൾട്ടി റിലീജിയസ് ആയിട്ടുണ്ടായിരുന്ന ഈ സ്പെയിനിനെ അവരൊരു സിംഗിൾ റിലീജിയനിലേക്ക് മാറ്റിയിട്ട് ഒരു യൂണിഫൈ ചെയ്യാനുള്ള ശ്രമമാണ് ഇസബല്ല നടത്തിയത്. അതുകൂടാതെ ആളുകളുടെ പേഴ്സണൽ ലോയിൻ്റെ മേലെയുള്ള ഒരു വലിയ കൺട്രോൾ കൂടി ക്വീൻ ഇസബല്ലക്ക് കിട്ടുകയാണ്. എന്താണ് സംഭവിച്ചത്? 1478 പോപ്പ് ഒരു പേപ്പൽ ബുൾ ഇറക്കുകയാണ്. എന്താണ് പേപ്പൽ ബുൾ? പേപ്പൽ ബുൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഓർഡർ, പോപ്പിൻ്റെ ഒരു ഓർഡർ എന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെ മേലെ ഒരു അരക്കിൻ്റെ മാതിരിയുള്ള ഒരു ചാപ്പുണ്ടാവും, ഒരു സീലുണ്ടാവും. അതിനാണ് ഈ പേപ്പൽ ബുൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിജിറ്റ് സിൻസറാസ് ഡിവോഷനസ് അഫക്റ്റസ്. സിൻസിയർ ഡിവോഷൻ ഇസ് റിക്വയർഡ്. അല്ലാതെ വെറുതെ ഒരു കൺവേഴ്സുമായിട്ടിരുന്നാൽ പോരാ, അല്ലെങ്കിൽ രഹസ്യമായിട്ടൊരു ജൂ ആയിട്ടിരുന്നാൽ പോരാ, സിൻസിയർ ഡിവോഷൻ ഇസ് റിക്വയർഡ് എന്നാണ് പോപ്പ് പറയുന്നത്. അത് കഴിഞ്ഞ് 1478 ആകുമ്പോൾ തന്നെ ഇസബല്ല ഈ ഇൻക്വിസിഷന് വേണ്ടി ഉത്തരവിടുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രാൻഡ് ഇൻക്വിസിറ്ററേയും
നിയമിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ സീൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസ്റ്റിൻ്റെ ക്രോസിൻ്റെ സീലാണ് അവിടെയുള്ളത്. ഇത്രയും കരുണയുടെ ക്രൈസ്റ്റിൻ്റെ ക്രോസ് തന്നെയാണ് അവർ ഇത്രയും ക്രൂരമായിട്ടുണ്ടായിരുന്ന ഈ സ്പാനിഷ് ഇൻക്വിസിഷന് വേണ്ടിയിട്ടും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോർക്ക്മീഡ എന്ന് പറയുന്ന ടോർക്ക്മാഡ എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റിനെയാണ് ഈ ഇൻക്വിസിഷന് വേണ്ടിയിട്ട് ഇസബെല്ല നിയോഗിച്ചത്. അപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് ആ സമയത്ത് ചെയ്തത്. ആളുകളെ ടോർച്ചർ ചെയ്യുന്നതിന് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. അതായത് ആക്ട് ഓഫ് ഫെയ്ത്ത്, ആക്ട് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്ന വലിയ സ്റ്റേഡിയങ്ങളും മറ്റും നടന്നിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങൾ. ഇത് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. ഇതിൽ അവസാനം തുടക്കത്തിൽ ഇങ്ങനെ ഇൻക്വിസിഷൻ ചെയ്ത് അവരോട് ചോദിക്കും, നിങ്ങൾ ആക്ച്വലി ക്രിസ്ത്യനാണോ, നിങ്ങൾ എപ്പോഴാണ് ക്രിസ്ത്യനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടത്, നിങ്ങളുടെ ഫാദർ ക്രിസ്ത്യനായിരുന്നോ, നിങ്ങളുടെ മദർ ക്രിസ്ത്യനായിരുന്നോ, നിങ്ങൾ രഹസ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്നു എന്നാണ് നിങ്ങളുടെ നെയ്ബർ പറഞ്ഞിട്ടുള്ളത്, അത് ശരിയാണ്. അപ്പോൾ അതിനൊന്നും വലിയൊരു എവിഡൻസിനൊന്നും വലിയ ഒരു പ്രാധാന്യമൊന്നും ഇല്ല. ഇങ്ങനെ ചോദിക്കുന്ന അല്ലെങ്കിൽ റൂമേഴ്സ് വരെ ഒരാളെ അവസാനം കൊല്ലപ്പെടാൻ ഇടയാക്കാറുണ്ട്. അവസാനം ഈ വിചാരണ ഇങ്ങനെ നീണ്ടുപോയി അവസാനം ആ ദിവസത്തിൻ്റെ അവസാനം ആകുമ്പോഴത്തേക്കും കുറേ പേര് ഗിൽറ്റി ആണെന്ന് കണ്ടെത്തുകയും അവരെ സ്പാനിഷ് ഭരണകൂടത്തിന് കൊടുക്കുകയും അവരെ കത്തിക്കുകയോ ടോർച്ചർ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സാണ് നമ്മൾ കാണുന്നത്. ഇത് അവർ ബേൺഡ് അറ്റ് ദ സ്റ്റേക്ക് എന്ന് പറയും. ഇതൊരു സ്റ്റേക്ക് ഒരു കമ്പിൻ്റെ മേലെ കുത്തി നിർത്തി വെച്ചിട്ട് ആളുകളെ കത്തിക്കുന്ന ഏർപ്പാടായിരുന്നു ഈ ഓട്ടോ ഡാ ഫേ ആക്ട് ഓഫ് ഫെയ്ത്ത്. ഇതൊക്കെ വളരെ സ്പെക്ടക്കിളായിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ആളുകളുടെ ഇതോടെ പാർട്ടിസിപ്പേഷനോടെ ആണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോർച്ചറിനുള്ള കാര്യങ്ങൾ സ്പാനിഷ് ഇൻക്വിസിഷന് വളരെ ഉണ്ടായിരുന്നു. ഈ ചക്രത്തിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കണ്ട എത്രയോ നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ ഇതിലൊക്കെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രയോ സ്പാനിഷ് ഇൻക്വിസിഷൻ്റെ ടോർച്ചറിന് വേണ്ടി ഉപയോഗിച്ച കാര്യങ്ങൾ നമുക്ക് എത്രയോ കാണാൻ കഴിയും. ഇപ്പോൾ കണ്ട ഈ ഏണിയിൽ ഒരാളെ കിടത്തിയിട്ട് അയാളുടെ അസ്ഥികളെ ബോൺസിനെ നീട്ടുന്ന ഒരു ഏണിയാണത്. ഇത് ഏണിയുടെ നീളം ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്തിട്ടാണ് അവസാനം നിങ്ങൾ ശരിക്കും ജൂ ആണോ, നിങ്ങൾ രഹസ്യമായിട്ട് ജൂഡായിസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടോർച്ചറിൻ്റെ ഇടയിൽ അവർ സമ്മതിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അവസാനം അവരെ കത്തിക്കുകയോ ടോർച്ചർ ചെയ്യുകയോ അവർ ചെവി കട്ട് ചെയ്യുകയും വളരെ വളരെ പ്രാകൃതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇത് ഇതിൻ്റെ ഈ ഇൻക്വിസിഷൻ്റെ ടോർച്ചർ വളരെ ഇൻഫേമസ് ആയിട്ടുള്ള ടോർച്ചറായിരുന്നു. അപ്പോൾ ആ സമയത്ത് 28 ആർട്ടിക്കിൾസ് എന്നുള്ള എഴുതിയ എങ്ങനെയാണ് മതനിന്ദ, എങ്ങനെയാണ് ഹെറസി പണ്ട് സെയിൻറ്റ് ഓഗസ്റ്റിൻ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് 500 AD റോമൻ ഭരണാധികാരികളുടെ സമയത്തിന് ശേഷം റോം ഇങ്ങനെ വീക്കായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെയിൻറ്റ് ഓഗസ്റ്റിൻ, ഇപ്പോൾ സാക്രമെൻറ്റും മറ്റും സെയിൻറ്റ് ഓഗസ്റ്റിൻ കൊണ്ടുവന്ന ഈ കോൺസെപ്റ്റാണ് ഹെറസി എന്ന് പറയുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ബ്ലാസ്ഫെമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ദൈവനിന്ദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെറസി എന്തുകൊണ്ടാണ്, അപ്പോൾ ഇത് വളരെ ക്രൂരമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഈ ഇസബെല്ല ചെയ്തത് അല്ലെങ്കിൽ ഫെർഡിനാൻഡ് ചെയ്തത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൺവേഴ്സോസ് അല്ലെങ്കിൽ മൊറാനോസ് അല്ലെങ്കിൽ ക്രിപ്റ്റോജൂസ്, അതായത് രഹസ്യമായിട്ട് ജുഡായിസിൽ വിശ്വസിക്കുന്നവർ പലരും ഈ ഗവൺമെൻറ് ഹയറാർക്കിയുടെ ഏറ്റവും തലപ്പത്ത് തന്നെ ഉള്ള ആളുകളായിരുന്നു. ക്രിസ്ത്യനാണ്, പക്ഷേ രഹസ്യമായിട്ട് ജുഡായിസിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മേലൊരു കൺട്രോൾ. പിന്നെ അതുകൂടാതെ അതുവരെ റോം അല്ലെങ്കിൽ ഈ പോപ്പിന് അവിടെ ഉണ്ടായിരുന്ന റിലീജിയൻ്റെ മേലെ ഭയങ്കര കൺട്രോളായിരുന്നു. അപ്പോൾ ആ കൺട്രോളിന് ഒരു പാരലൽ കൺട്രോൾ എന്നുള്ള രീതിയിലാണ് അവരുടെ പേഴ്സണൽ ലോസിന് മേലുള്ള കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള കൺട്രോളാണ്. അത് ആണ് ക്വീൻ ഇസബെല്ലക്ക് കിട്ടിയത്. പിന്നെ അതുകൂടാതെ സ്പെയിനിലെ ആളുകൾക്ക്, ഇംഗ്ലണ്ടിലെ ആളുകളൊക്കെ ക്ലിയർ ആയിട്ടുള്ള ക്രിസ്ത്യൻസ് എന്ന് പറയാൻ പറ്റുമെങ്കിലും ഈ സ്പെയിനിൽ 700 കൊല്ലത്തോളം ഈ ക്രിസ്ത്യൻസ് അവിടെ മൂർസ് അല്ലെങ്കിൽ ഈ ജൂസ് ഉണ്ടായിരുന്നു. ജൂസ് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. എന്തായാലും അത്രയും കാലം ഒരു മുസ്ലിം ഇൻവേഷനിൽ കിടന്നിട്ടുണ്ടായിരുന്നു സ്പെയിനിന്. പിന്നെ ഫർദർ ജനറേഷൻസിന് സീഡ് ഓഫ് ജൂസിൻ്റെ വിത്താണ്, അല്ലെങ്കിൽ അവിടെ മൂർസിൻ്റെ വിത്താണ്, നോർത്തേൺ ആഫ്രിക്കയിൽ നിന്ന് വന്ന മൂർസിൻ്റെ വിത്താണ് എന്ന് അവിടെയുള്ള ആളുകളെ പറ്റിയിട്ട് മറ്റു രാജ്യങ്ങൾ കളിയാക്കി പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു കൗണ്ടറാണ് ക്വീൻ ഇസബെല്ല ചെയ്തത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടോമൻ സാമ്രാജ്യം 1453 ആയപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങ് പിടിച്ചടക്കി. 1474 ആയപ്പോഴാണ് ഇസബെല്ല വരുന്നത്. 1453 മെഹമ്മദ് II കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങ് പിടിച്ചടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിൽക്ക് റൂട്ടിൻ്റെ മേലെയുള്ള കൺട്രോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരാനുള്ള കൺട്രോൾ, സ്പൈസ് റൂട്ടിൻ്റെ മേലെയുള്ള കൺട്രോൾ, ഇതെല്ലാം പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് പുതിയ റൂട്ടുകൾ കണ്ടുപിടിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുകൂടാതെ ഓട്ടോമൻസ് തിരിച്ചങ്ങ് കയറിയിട്ട് അങ്ങ് സ്പെയിനിലേക്ക് എത്തുമോ എന്നുള്ള പേടിയും മറ്റുള്ള ആ സ്കെയറിൻ്റെ അതിനൊരു കൗണ്ടറായിട്ട് കൂടിയാണ്. ആ സമയത്ത് പലപ്പോഴും ഓട്ടോമൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസ് അല്ലെങ്കിൽ അവിടെ ഉള്ള ജൂസ് എന്നുള്ള ഒരു ധാരണയും ഇവർക്കുണ്ടായിരുന്നു. കാരണം അങ്ങനെയാണ് പണ്ട് ഉമയ്യാദ് ഖലീഫേറ്റിലെ ആളുകൾ അങ്ങോട്ടേക്ക് കയറി വന്നത്, 700 AD കയറി വന്നതെന്നുള്ള ഒരു ധാരണയും അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് ഇനി ഒട്ടോമൻ മുസ്ലിംസ് കയറി വരികയാണെങ്കിൽ അവരെ സഹായിക്കാനായിട്ട് ഇവിടെ ജൂസും മുസ്ലിംസും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ഡിസിഷനിലാണ് സ്പാനിഷ് ഇൻക്വിസിഷൻ എന്നും പറയുന്നുണ്ട്. പിന്നെ റിലീജിയൻ ഒരൊറ്റ സിംഗിൾ റിലീജിയൻ ആണെങ്കിൽ അത് യൂണിഫൈ ചെയ്യുന്ന ഫുൾ രാജ്യത്തിൽ ഒരൊറ്റ കാത്തലിക് എന്ന രീതിയിൽ മാറ്റാൻ പറ്റുമെന്നും ക്വീൻ ഇസബെല്ല ചെയ്തു എന്നും പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോപ്പിനെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്, കാരണം പാരലായിട്ടുള്ള പവറാണ് കിട്ടുന്നത്. ക്വീൻ ഇസബെല്ലക്ക് റിലീജിയസിൻ്റെ പവർ അവർക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്നു, അതുമുണ്ട്.
പിന്നെ ഇക്കണോമിക് ആയിട്ടുള്ള വേറൊരു കാരണം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂസിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്രോപ്പർട്ടിയൊക്കെയാണ് ക്വീൻ ഇസബെല്ല ഇങ്ങനെ കോൺഫിസ്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വീൻ ഇസബെല്ലയും ഫെർഡിനാൻഡും കൂടിയിട്ട് കോൺഫിസ്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ കോഫേഴ്സ് ഖജനാവ് പെട്ടെന്ന് നിറയും. അത് ആർക്കെങ്കിലും ഏതെങ്കിലും പൊളിറ്റിക്കൽ എനിമി ഉണ്ടെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി കോൺഫിസ്കേറ്റ് ചെയ്യുന്നതോടെ, അയാളെ ടോർച്ചർ ചെയ്യുന്നതോടെ, ഒരു പാരലായിട്ടുള്ള പവർ ആയതുകൊണ്ട് തിരിച്ച് ചോദിക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പവർ കിട്ടുമ്പോൾ കൂടെ ഈ പൈസയും കൂടെ വരുന്നതോടെ ഈ ഇൻക്വിസിഷൻ 1478 തുടങ്ങിയാണെങ്കിലും അങ്ങ് ആക്ച്വലി 1873 മറ്റോ ആണ് ഇൻക്വിസിഷൻ അവസാനം പോകുന്നത്. 10, 20, 30 കൊല്ലത്തോളം ഇങ്ങനെ ഇൻക്വിസിഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു. കാരണം ഇതൊരു ഇക്കണോമിക് ആംഗിൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ വേറൊരു ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പറയുന്ന ഇതൊരു മെഡീവൽ ആൻറ്റിസെമിറ്റിസത്തിൻ്റെ ഭാഗമായിരുന്നു. ആൻറ്റിസെമിറ്റിസം എന്നുള്ള വേർഡ് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലും 1800s ആൻറ്റിസെമിറ്റിസം എന്നുള്ള വേർഡ് തന്നെ വരുന്നത്. പക്ഷേ ആ സമയത്ത് ആൻറ്റി ജുഡായിസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ ക്വീൻ ഇസബെല്ല ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹെററ്റിക്സിനെതിരെയുള്ള, അതായത് മത നിന്ദ ചെയ്യുന്നവർക്കെതിരെയുള്ള ഒരു കൗണ്ടറായിരുന്നു ഇത് എന്നും പറയുന്നുണ്ട്. പിന്നെ ആ സമയത്ത് 1482 മുതൽ 1492 വരെ ഉണ്ടായിരുന്ന ഏകദേശം 10 കൊല്ലം അവർ ഗ്രാനഡ പിടിക്കാനായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ 10 കൊല്ലത്തെ വാർ വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് അതൊക്കെ ആ സമയത്തുള്ള ഖജനാവ് നിറക്കാനായിട്ടും ചെയ്തൊരു കാര്യമാണ് ഈ സ്പാനിഷ് ഇൻക്വിസിഷൻ എന്നും പറയുന്നത്. എന്തായാലും ഈ ഗ്രാനഡ പിടിച്ചെടുക്കലും സ്പാനിഷ് ഇൻക്വിസിഷനും എല്ലാം കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വന്ന് പെട്ടത് അവസാനം ജൂസിന് തന്നെയാണ്. ജൂസിന് 1492 അവരുടെ സ്വന്തം രാജ്യമായിരുന്ന സ്പെയിൻ, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന സെഫാർഡിക് എന്നാണ് ആ സമയത്ത് ഹീബ്രുവിൽ അതിനെപ്പറ്റി പറയാറ്, ഈ ഐബീരിയൻ പെനിൻസുല വിട്ടിട്ട് അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നു. 1492 അൽഹാംബ്ര ഡിക്രി, അൽഹാംബ്ര എന്ന് പറയുന്നത് ഈ ഗ്രാനഡയുടെ തലസ്ഥാനമായിരുന്നു. അപ്പോൾ അൽഹാംബ്രയിൽ വെച്ചിട്ട് ക്വീൻ ഇസബെല്ലയും ക്വീൻ ഫെർഡിനാൻഡും കൂടിയിട്ട് ഒരു ഡിഗ്രി പുറപ്പെടുവിക്കുകയാണ്. എഡിക്റ്റ് ഓഫ് എക്സ്പൾഷൻ എന്ന് പറയുകയാണ്. ബേസിക്കലി അവരെ പുറന്തള്ളാനുള്ള ഒരു എഡിക്റ്റ്, ഒരു ഡിഗ്രി, ഒരു ഓർഡർ ആയിരുന്നു അത്. അതിൻ്റെ പിക്ചറാണ് നമ്മൾ വലത്ത് സൈഡിൽ കാണുന്നത്. ഇവിടെ നമുക്ക് ഫെർഡിനാൻഡിനെ കാണാൻ കഴിയും, ഫെർഡിനാൻഡ് കാണാൻ കഴിയും. പിന്നെ ഇവിടെ നമുക്ക് ക്വീൻ ഇസബെല്ലിനെയും കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഗ്രാൻഡ് ഇൻക്വിസിറ്റർ ആയിരുന്ന ടോർക്ക് മീഡിനെയും നമുക്ക് കാണാൻ കഴിയും, ടോർക്ക് മഡനെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ രാജാവിൻ്റെ കൂടെയുള്ള ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മുമ്പിൽ നിൽക്കുന്ന ആരാണ്? ഒരു ജൂ ആണ്. ജൂയുടെ തലയുള്ള തൊപ്പി നമുക്ക് കാണാൻ കഴിയും. പണസഞ്ചി, മണി ലെൻഡറാണ്. പണ്ട് 1290 ബ്രിട്ടനിൽ നിന്ന് ജൂസിനെ പുറത്താക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മണി ലെൻഡേഴ്സ് നമുക്ക് ക്രിസ്ത്യൻസിനെതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ സമയത്ത് പുറത്താക്കിയത്. അതേ ഇത് ഇവിടെയും നമുക്ക് ആ പിക്ചറിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഈ തടിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ജൂ, തടിച്ച് വീർത്തിട്ടുള്ള ജൂവിൻ്റെ ഒരു ഭാഗത്ത് മണിയിൽ അല്ലെങ്കിൽ ഈ സഞ്ചിയും കൊണ്ട് നടക്കുന്ന ഈ ജൂവിനോട് ഗ്രാൻഡ് ഇൻക്വിസിറ്റർ പറയുകയാണ് നിങ്ങൾ പോകൂ എന്ന് പറയുകയും അതിൻ്റെ ഡിഗ്രി ഒപ്പിടിപ്പിക്കുകയും ചെയ്യുന്ന ആ പിക്ചറാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനലിൻ്റെ പിക്ചറാണ് നമ്മൾ ഇതുവരെ കാണുന്നുണ്ടല്ലോ. ഇവിടെ സീലുണ്ട്, ക്വീൻ ഇസബെല്ലിൻ്റെയും ഫെർഡിനാൻഡിൻ്റെയും സീലുണ്ട്. അപ്പോൾ അതിനകത്ത് പറയണം ഈ ജൂസ് ഇങ്ങനെ പുറത്തു പോകുമ്പോൾ അവരുടെ പ്രോപ്പർട്ടിയൊക്കെ രാജാവ് തന്നെ കോൺഫിസ്കേറ്റ് ചെയ്യുകയാണ്. അത് രാജാവിൻ്റെ ഈ ഗ്രാൻഡയുടെ വാറിനും മറ്റും അവർക്ക് ഉപകരിക്കുന്നുണ്ട്. എന്തായാലും ആ രാജ്യത്തെ കെട്ടിപ്പടുക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷേ ഇതെല്ലാം നഷ്ടപ്പെടുന്നത് ജൂസിന് തന്നെയാണ്. ജ്യൂസ് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്താക്കുമ്പോൾ അവരെങ്ങോട്ടേക്കാണ് പോകുന്നത്? സ്പെയിനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ജ്യൂസ്, അതായത് ഗ്രാനഡയിൽ നിന്നും സ്പെയിനിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ജ്യൂസ് അവസാനം പോകുന്നത് ഇങ്ങോട്ടേക്ക് നോർത്ത് ആഫ്രിക്കയിലേക്ക് കുറേ പേര് പോകുന്നുണ്ട്. ഈ റെഡ് ആരോസ് കാണുന്നില്ലേ, മൊറോക്കോയിൽ ആ ഭാഗത്ത് നോർത്തേൺ ആഫ്രിക്കയിലേക്ക് മൂർസ് വന്ന ആ ഭാഗത്തേക്ക് തന്നെ അവർ തിരിച്ച് പോകുന്നു. പിന്നെ കുറേ പേര് ഇവിടെ ഉണ്ടായിരുന്ന നോർത്തേൺ ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നു, ടുണീഷ്യയുടെ ഭാഗങ്ങളിലേക്ക് പോകുന്നു. കുറേ പേര് അപ്പോഴത്തേക്കും ഈ ഒട്ടോമൻ ടർക്സ് വളരെ പവർഫുള്ളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 1453 ആകുമ്പോഴത്തേക്കും തന്നെ അവർ ഒട്ടോമൻ ടർക്സ് പവർഫുള്ളായി മാറിക്കഴിഞ്ഞതിനാൽ അവർ ആ ഒട്ടോമൻ ടർക്കിയുടെ ഭാഗങ്ങളിലേക്കും അവർ പോയി ഇങ്ങോട്ട് വന്ന് ഇവിടെ കാണുന്നില്ലേ, ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഏതൻസിൻ്റെ ഭാഗങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി കുറേ ജ്യൂസ് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ കോൺസ്റ്റാന്റിനോപ്പിളിന് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇസ്താംബൂളിൻ്റെ അടുത്തുള്ള അവിടത്തേക്ക് അവർ തിരിച്ച് പോകുന്നു, ഇങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. പിന്നെ കുറച്ച് പേര് അലക്സാണ്ട്രിയയിലേക്ക് പോകുന്നുണ്ട്, കുറച്ച് പേര് ജെറുസലേമിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ഈ മോഡേൺ ലെബനൻ്റെ ഭാഗങ്ങളിലേക്കും പോകാൻ ഡമാസ്കസിലേക്കും മറ്റും കുറേ പേര് പോകാൻ ട്രൈ ചെയ്യുന്നു. പിന്നെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഭാഗം പോയത് ഇറ്റലിയുടെ ഭാഗങ്ങളിലേക്ക് തന്നെ അവർ പോകുന്നു. ഹോളി റോമൻ എംപയർ ആയിരുന്ന, അതായത് ഹോളി റോമൻ എംപയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു എംപയറാണ്, അതായത് ഇറ്റലി അടങ്ങുന്ന ഈ ജർമ്മനിയുടെ പല ഭാഗങ്ങളും അടങ്ങുന്ന ഇതിനാണ് പണ്ട് ഹോളി റോമൻ എംപയർ ആയിരുന്നു. ആ ഒരു എംപയറും ഉണ്ടായിരുന്നു. ഈ ഹോളി റോമൻ എംപയറിൻ്റെ ഒരു രാജ്യമാണത്. അപ്പോൾ ആ ഭാഗത്തേക്കും പല ഭാഗങ്ങളിലേക്കും വെനീസിലേക്ക് കുറച്ച് പേര് പോകുന്നുണ്ട്, പാതുവയിലേക്ക് കണ്ടില്ലേ ഇവിടെ വെനീസിലേക്ക് കുറച്ച് പേര് പോകുന്നുണ്ട്, പാതുവയിലേക്ക് കുറച്ച് പേര് പോകുന്നുണ്ട്, പിന്നെ റോമിലേക്ക് കുറച്ച് പേര് പോകുന്നു, അപ്പോൾ നേപ്പിൾസിലേക്ക് കുറച്ച് പേര് പോകുന്നു, അങ്ങനെ ഫ്ലോറൻസിലേക്ക് കുറച്ച് പേര് പോകുന്നു. അങ്ങനെ ഇറ്റലിയുടെ ഭാഗങ്ങളിലേക്കെല്ലാം കാര്യമായിട്ട് ജ്യൂസ് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ തന്നെ വായിച്ചിട്ടില്ലേ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന് പറയുന്നത്, അതായത് 1500 അവസാനം ഷേക്സ്പിയർ എഴുതിയ 1596 മറ്റും ഷേക്സ്പിയർ എഴുതിയ പ്ലേ ആണ് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്. അതിൻ്റെ അകത്തുള്ള ഷൈലോക്ക് എവിടെ നിന്നുള്ള ആളാണ്? വെനീസിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഷൈലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു സെഫാർഡിക് ജൂ ആയിരിക്കണം ഷൈലോക്ക്. അതായത് സ്പെയിനിൽ നിന്ന് വന്ന, പണ്ട് ഗ്രാനഡയിൽ നിന്ന് 1492
അൽഹാംബ്ര ഡിഗ്രി പ്രകാരം പുറന്തള്ളപ്പെട്ട ആ ഒരു ജൂ ആയിരിക്കണം ഷൈലോക്ക് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഓട്ടോമൻ ടർക്കിയുടെ ഭാഗമായിരുന്ന ഈ ഭാഗങ്ങളിലേക്കൊക്കെ മെയിൻലി ജൂസ് പോകുന്നു. പിന്നെ ഈ അൽഹാംബ്ര ഡിഗ്രിയൊക്കെ റിവോക്ക് ചെയ്യുന്ന വളരെ കൊല്ലങ്ങൾക്ക് ശേഷമാണ്. 1492 വന്ന അൽഹാംബ്ര ഡിഗ്രി അവസാനം അത് ഈ സെഫാർഡിക് ജൂസിന് അവരുടെ സിറ്റിസൺഷിപ്പ് തിരിച്ചു കൊടുക്കുന്നത് 1924 പ്രൈമോ ഡി റിവേര എന്ന് പറയുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് 1924 ഇവർക്ക് സിറ്റിസൺഷിപ്പ് തിരിച്ചു കൊടുക്കുന്നത്. 1968 പിന്നെ ഈ വത്തിക്കാൻ ഈ 1492 നടന്ന ഇത് റിവോക്ക് ചെയ്യുന്നത്. 1968 നടന്ന വത്തിക്കാൻ്റെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ വെച്ചിട്ടാണ് ജൂസിനെ ഈ പുറന്തള്ളുന്ന അല്ലെങ്കിൽ കൺവേഴ്സേഴ്സിനെ പുറത്താക്കുന്ന ഈ അൽഹാംബ്ര ഡിഗ്രി വത്തിക്കാൻ തന്നെ എതിർത്ത് പറയുന്നു, അവർ റിവോക്ക് ചെയ്യുന്നു. പിന്നെ 2014 സ്പെയിനിലെ PM അവിടെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്. സെഫാർഡിക് ജൂസ്, അതായത് പണ്ട് സ്പെയിനിൽ നിന്ന് വന്ന ജ്യൂസിനുള്ള പുറന്തള്ളപ്പെട്ട ജ്യൂസിന് അവർക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊടുക്കും. നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയും സിറ്റിസൺഷിപ്പും കൂടാതെ സ്പെയിനിലെ സ്പാനിഷ് സിറ്റിസൺഷിപ്പും ഞങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്നു. ആൻഡ് ഇങ്ങനെയാണ് പറയുന്നത്, സെഫാർഡി ജൂസ് ഹു ക്യാൻ പ്രൂവ് ദേ ആർ ദ ഡിസെൻഡൻസ് ഓഫ് ദോസ് ജൂസ് എക്സ്പെൽഡ് ഫ്രം സ്പെയിൻ ബിക്കോസ് ഓഫ് ദ അൽഹാംബ്ര ഡിഗ്രി can become Spaniards without leaving home or giving up their present nationality. അപ്പോൾ നമ്മളൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണെങ്കിൽ 700 AD കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. AD മുസ്ലിംസ് മൂർസ് വന്നിട്ട് ഐബീരിയൻ പെനിൻസുല കൈയടക്കുന്നു. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം 1391 എന്തായാലും ഒരു 900 AD ആകുമ്പോൾ തന്നെ റീകോൺക്വിസ്റ്റ തുടങ്ങുന്നു. ഒരു 1391 ആകുമ്പോൾ അവസാനം ഈ പോഗ്രോംസ് അഗൈൻസ്റ്റ് ഒരു ജൂസിനെതിരെയുള്ള പോഗ്രോംസ് ഉണ്ടാകുന്നു. 1475 ആയപ്പോൾ ഇസബെല്ലയും ഫെർഡിനാൻഡും കല്യാണം കഴിക്കുന്നു. ഡി ഫാക്ടോ യൂണിഫിക്കേഷൻ ഓഫ് സ്പെയിനാണ് നടക്കുന്നത്. 1478 ആയപ്പോൾ ഇൻക്വിസിഷൻ തുടങ്ങുന്നു. 1492 ആയപ്പോഴത്തേക്കും ഗ്രാനഡ പിടിച്ചടക്കുന്നു. 1492 തന്നെയാണ് ക്രിസ്റ്റഫർ കൊളംബസിനോട് പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കും, പുതിയ ന്യൂ വേൾഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇസബെല്ല പറയുന്നത്. പിന്നെ അൽഹാംബ്ര ഡിഗ്രി 1492 1494 ആയപ്പോൾ അവരെ കാത്തലിക് മൊനാർക്ക് എന്നുള്ള പദവി തന്നെ പോപ്പ് കൊടുക്കുന്നുണ്ട്. അവർ കംപ്ലീറ്റ്ലി ആ സ്പെയിൻ കാത്തലിക് ആവുകയാണ്. പിന്നെ 1502 ആകുമ്പോഴത്തേക്കും ഒരു ട്രീറ്റി ഓഫ് ഗ്രാനഡ് ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസിന് അവിടെ തന്നെ തുടരാനുള്ള അർഹത ആ ട്രീറ്റി പ്രകാരം ഉണ്ടായിരുന്നു. പക്ഷേ അത് റിവോക്ക് ചെയ്യാണ്, അത് ബ്രേക്ക് ചെയ്യാണ്. അതിനുശേഷം കംപ്ലീറ്റ്ലി സ്പെയിൻ മുഴുവനായിട്ടും കാത്തലിക്കായിട്ട് മാറുകയാണ്. 1507 ആയപ്പോൾ മൊറിസ്കോ എന്ന് പറയുന്ന മുസ്ലിംസ്, അത് ഇത്രയും കാലം ഉണ്ടായിരുന്ന കൺവേഴ്സോസ് ആയിരുന്നെങ്കിൽ മോറിസ്കോ MORISCO എന്ന് പറയുന്ന മുസ്ലിംസ്, അതായത് മൂർസിൻ്റെ പിൻഗാമികളെ പെർസിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അവരെയും പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ 1507 ആകുമ്പോഴത്തേക്കും സ്പെയിൻ കംപ്ലീറ്റ്ലി കാത്തലിക്കായി അവിടെ എന്താണ് കംപ്ലീറ്റ്ലി ഒരൊറ്റ റിലീജിയനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 1542 ഇതിൻ്റെ ഈ ഇൻക്വിസിഷൻ്റെ വിജയം കണ്ടിട്ട് അവസാനം പോപ്പ് സ്വന്തമായിട്ടൊരു ഇൻക്വിസിഷൻ തന്നെ തുടങ്ങുന്നത്, ഒരു പുതിയൊരു ഓഫീസ് തന്നെ തുടങ്ങുന്നത്. സീക്രട്ട് റോമൻ ആൻഡ് യൂണിവേഴ്സൽ ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഓഫീസ് തന്നെ തുടങ്ങുന്നുണ്ട്. എന്തായാലും ഹോളി ഓഫീസ് എന്നാണ് അതിനെപ്പറ്റി ആ സമയത്ത് പറയാറ്. 1542 1834 ഈ സ്പാനിഷ് ഇൻക്വിസിഷൻ പിന്നെ അബോളിഷ് ചെയ്യുന്നത്. അപ്പോൾ 1478 തുടങ്ങിയിട്ട് 1834 വരെ എത്തുന്ന 400 ഇയേഴ്സോളമുള്ള ഇൻക്വിസിഷൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ പാറ്റേൺ തുടക്കത്തിൽ ജൂസ് അവിടെ വരികയും നന്നാവുകയും ഗോൾഡൻ ഏജ് വരികയും പിന്നെ അവസാനമായപ്പോൾ അവരെ മണി ലെൻഡിങ്ങിൻ്റെയും മറ്റും കാര്യം പറഞ്ഞിട്ട് അവരെ പുറന്തള്ളുകയും ചെയ്യുന്ന ആ പാറ്റേൺ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും കാണാൻ കഴിയും. 1290 ഇംഗ്ലണ്ടിലായിരുന്നെങ്കിൽ സ്പെയിനിൽ 1492 അത് റിലീജിയസ് കാര്യങ്ങൾ കൂടി അതിൻ്റെ അടുത്ത് വരുന്നു. പോർച്ചുഗലിലായപ്പോൾ 1497 അവിടെ നിന്നുള്ള ജ്യൂസൊക്കെ പുറത്തു വന്നിട്ട് കുറച്ച് പേര് മഗ്രേബിലേക്ക് പോകുന്നു, കുറച്ച് പേര് ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗങ്ങളിലേക്ക് വരുന്നു, ഈജിപ്തിലേക്ക് അലക്സാണ്ട്രിയയിലേക്ക് വരുന്ന കുറച്ച് പേരുണ്ട്, കുറച്ച് പേര് ജെറുസലേമിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ട്രൈ ചെയ്യുന്നു, കുറേ പേര് വന്നിട്ട് ഈ ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നു, കുറേ പേര് വന്നിട്ട് വെനീസിലേക്കും ഹോളി റോമൻ എംപയർ എംപയർ അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഇറ്റലിയും ജർമ്മനി അടങ്ങുന്ന ഈ എംപയറിൻ്റെ ഭാഗങ്ങളിലേക്ക് പോവുകയും അവിടുന്ന് വീണ്ടും ഒരു 1500 ആകുമ്പോഴത്തേക്കും അവരെ വീണ്ടും പുറത്തള്ളുകയും അവരെല്ലാവരും പോയിട്ട് അവസാനം ഈ ലിത്വാനിയുടെയും പോളണ്ടിൻ്റെയും ബെലാറൂസിൻ്റെയും ഒക്കെ മോഡേൺ ബെലാറൂസിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്ന ഈ ഭാഗത്തേക്ക് ഇതിന് പറയുന്ന പേരാണ് പേൽ ഓഫ് സെറ്റിൽമെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പേൽ ഓഫ് സെറ്റിൽമെൻറ്റിലേക്ക് പോളണ്ടിലേക്കും വരുന്ന പേൽ ഓഫ് സെറ്റിൽമെൻറ്റിലേക്കാണ് എല്ലാവരും ജ്യൂസ് എത്തുന്നത്. ഒരു 1600 ആകുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ പോയി എത്തുകയും അതുകൊണ്ടാണ് 1940 ആകുമ്പോഴേക്കും നാസീസിന് ജ്യൂസിനെ കൊന്നെടുക്കേണ്ട സമയമായിട്ട് ഹോളോകോസ്റ്റിൻ്റെ സമയം വരുമ്പോഴത്തേക്കും അവർക്ക് മാക്സിമം ജ്യൂസിന് കിട്ടുന്ന എവിടെ നിന്നാണ്? പോളണ്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ കാരണം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജ്യൂസും പോയിട്ട് അവസാനം അടിഞ്ഞു കൂടുന്നത് പോളണ്ടിലാണ്. അപ്പോൾ ഈ ഹിസ്റ്ററി, അപ്പോൾ ജ്യൂസിൻ്റെ ആ ഹിസ്റ്ററി എങ്ങനെയാണ് ഹോളോകോസ്റ്റായിട്ട് കണക്ട് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും.